SGOയുടെ UG 3rd സെമസ്റ്ററിലെ ക്ലാസിക്കൽ അറബിക് ലിറ്ററേച്ചറിലെ രണ്ടാമത്തെ ബ്ലോക്കിൽ നിന്നുള്ള രണ്ടാമത്തെ യൂണിറ്റാണ് ഉസൂലുൽ ഹദീസ്. ഉസൂലുൽ ഹദീസ് എന്താണെന്ന് നോക്കാം. ഉസൂലുൽ ഹദീസ് ഹിയ അൽ ഖവാഇദു വൽ അസസു അല്ലത്തി ബുനിയ അലൈഹ ഇൽമുൽ ഹദീസ്. ഹദീസ് ശാസ്ത്രം കെട്ടിപ്പടുത്തിരിക്കുന്ന നിയമങ്ങളും അടിത്തറകളുമാണ് ഉസൂലുൽ ഹദീസ് അഥവാ ഹദീസ് തത്വങ്ങളെന്ന് പറയുന്നത്. അസ്സനദ്. ഇനി സനദ് എന്താ നോക്കാം. ഹുവ സിൽസിലത്തു റുവാത്തു അല്ലദീന നഖലുൽ ഹദീസ് വയജിബു അൻ യകൂന മുത്തസിലൻ വരിജാലുഹു അദൂലുൻ വസിഖാത്തുൻ. ഹുവ സിൽസിലത്തു റുവാത്തു അല്ലദീന നഖലുൽ ഹദീസ്. ഹദീസ് കൈമാറുന്ന റാവിമാരുടെ പ്രക്ഷേപണ ശൃംഖലയുടെ പ്രക്ഷേപണ ശൃംഖലയാണ് സനദ് എന്ന് പറയുന്നത്. വയജിബു അയ്യക്കൂന മുത്തസിലൻ. സനദ് എപ്പോഴും നിർബന്ധമായിട്ടും ബന്ധപ്പെട്ടിരിക്കണം. വരിജാലുഹു അദൂലുൻ വസിഖാത്തുൻ. അതുപോലെ തന്നെ ആ റാവിമാര് നീതിമാന്മാരും വിശ്വാസയോഗ്യരുമായിരിക്കണം. ഇനി അൽ മത്നും ഫിൽ ഹദീസ്. ഹദീസിൻ്റെ മത്തിന് എന്താണെന്ന് നോക്കാം. ഹുവ നസ്സുൽ ഹദീസു നഫ്സിഹി. ആ ഹദീസിനെ തന്നെയാണ് മത്തിന് എന്ന് പറയുന്നത്. ഇനി അടുത്തത് അഖ്സാമുൽ ഹദീസാണ്. ഹദീസിൻ്റെ ഇനങ്ങളെക്കുറിച്ചിട്ടാണ് പറയുന്നത്. 7 തരം ഹദീസുകളെക്കുറിച്ച് നമുക്ക് നോക്കാനുണ്ട്. ഹദീസുൽ സഹീഹ്, ഹദീസുൽ ഹസന്, ഹദീസുൽ ലഈഫ്, ഹദീസുൽ മുത്തവാത്തിർ, ഹദീസുൽ ആഹാദ്, ഹദീസുൽ ഖുദ്സി, ഹദീസുൽ മൗളൂഅ്. ഹദീസുൽ സഹീഹ് എന്താണെന്ന് നോക്കാം. ഹുവൽ ഹദീസു അല്ലദീ ഇത്തസല സനദിഹി ബിനഖലിൽ അദ്ലിൽ ളാബിതി അൻ മിസ്ലിഹി മിൻ അവ്വലിസ് സനദി ഇലാ മുൻതഹാഹു ദൂന ശുദൂദിൻ ഔ ഇല്ലത്തിൻ. പ്രക്ഷേപണ ശൃംഖലയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ സത്യസന്ധന്മാരും നീതിമാന്മാരുമായ റാവിമാര് അവരെ പോലെയുള്ളവരിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടു വന്ന നല്ല ഹദീസുകളെയാണ് ഹദീസു സഹീഹ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഹദീസ് ഹസൻ എന്താണെന്ന് നോക്കാം. ഹുവ ഹദീസുൻ സഹീഹുൻ ഫി മഅനാഹു. ഇതൊരു ആധികാരിക ഹദീസാണ്. ലാക്കിന്നഹു, പക്ഷേ അഖല്ല ദറജത്തുൽ ഹദീസു സഹീഹി. എന്നാൽ ഹദീസ് സഹീഹായ ഹദീസിനേക്കാൾ താഴ്ന്ന പദവിയിലുള്ള ഹദീസാണ്. ലി അന്ന അഹദു റുവാത്തഹു ലൈസ ഷദീദുൽ ലബ്തി. കാരണം ലി അന്ന അഹദു റുവാത്തഹു, നിവേദകരിൽ ഒരാൾ ലൈസ ഷദീദുൽ ലബ്തി, ഒരു കൃത്യതയുള്ള ഒരാളല്ലാത്തതിനാൽ സ്വഹീഹായ ഹദീസിനേക്കാൾ താഴ്ന്ന പദവിയിലുള്ള ഹദീസാണ് ഹദീസു ഹസൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഹദീസുൽ ലഈഫ് എന്താണെന്ന് നോക്കാം. ഹുവൽ ഹദീസു അല്ലദീ ഫഖദ അഹദ് ഷുറൂത്തുൽ ഹദീസു സഹീഹി അവൽ ഹസൻ. ഹസനായ ഹദീസിൻ്റെയും സ്വഹീഹായ ഹദീസിൻ്റെയും നിബന്ധനകളൊന്നുമില്ലാത്ത ഹദീസുകളെയാണ് ലഈഫായ ഹദീസ് എന്ന് പറയുന്നത്. മിസ്ലു ഇൻഖിതാഉ സനദ്, പ്രക്ഷേപണ ശൃംഖല മുറിഞ്ഞു പോവുക, അല്ലെങ്കിൽ ഔ ലഅഫു അഹദു റുവാത്തു ഫിൽ അദാലത്തി അവിൽ ലബ്തി. റാവിമാരിൽ നിവേദകരിൽ നീതിയുടെയോ അതുപോലെ തന്നെ സത്യസന്ധതയുടെയോ കാര്യത്തിൽ എന്തുണ്ടാവുക, അപാകതയുണ്ടാവുക, അല്ലെങ്കിൽ ബലഹീനതയുണ്ടാവുക. ഔ വുജൂദു ശുദൂദിൻ ഔ ഇല്ലത്തിൻ ഖാദിഹത്തിൻ തുഅ്സിറു ഫീ സിഹ്ഹത്തിഹി. ഈ ഹദീസിൻ്റെ ആധികാരികതയെ ബാധിക്കുന്ന അപാകതയോ അല്ലെങ്കിൽ എന്തുണ്ടാവുക, വൈകല്യമുള്ള വൈകല്യമുണ്ടായിരിക്കുക. ഇത്തരത്തിലുള്ള ഹദീസുകളെയാണ് ലഈഫായ ഹദീസുകളെന്ന് പറയുന്നത്. അടുത്തത് ഹദീസുൽ മുത്തവാത്തിർ. മുത്തവാത്തിറായ ഹദീസ് എന്താണെന്ന് നോക്കാം. ഹുവൽ ഹദീസു അല്ലദീ റുവാഹു അദദുൻ കബീറുൻ മിനർ റുവാത്തി ഫീ കുല്ലി തബഖത്തിൻ മിൻ തബഖാത്തിസ് സനദി. പ്രക്ഷേപണ ശൃംഖലയിലെ ഓരോ പ്രക്ഷേപണ ശൃംഖലയുടെ ഓരോ ശ്രേണിയിലും ധാരാളം നിവേദകര് റിപ്പോർട്ട് ചെയ്ത ഹദീസുകളെയാണ് ഹദീസുൽ മുത്തവാത്തിർ എന്ന് പറയുന്നത്. ബിഹൈസു യസ്തഹീലു തുവാത്തിഹും അൽ കദിബു വയകൂനു മുസ്തനിദഹും അൽ ഹസ്. അതുകൊണ്ട് അവർക്ക് കള്ളം പറയാൻ ഒത്തുചേരാൻ കഴിയില്ല. അവരുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് കേൾവിയും കാഴ്ചയുമാണ്. ഇനി അടുത്തത് അൽ ഹദീസുൽ ആഹാദ്. ആഹാദ് ഹദീസ് എന്താണെന്ന് നോക്കാം. ഹുവൽ ഹദീസു അല്ലദീ റുവാഹു അദദുൻ ഖലീലുൻ മിനർ റുവാത്തി ഫീ കുല്ലി തബഖത്തി മിൻ തബഖാത്തിസ് സനദി വലം യബ്ലുഗ് ഹദ്ദു തവാത്തുർ.
പ്രക്ഷേപണ ശൃംഖലയുടെ ഓരോ ശ്രേണിയിലും വളരെ കുറഞ്ഞ ആളുകൾ മാത്രം റിപ്പോർട്ട് ചെയ്ത ഹദീസുകളെയാണ് ഹദീസുൽ ആഹാദ് എന്ന് പറയുന്നത്. വലം യബ്ലുഗ് ഹദ്ദു തവാത്തുർ, തവാത്തുറായ ഹദീസിന്റെ പരിധിയിൽ എത്തപ്പെടാത്ത ഹദീസാണ് ഹദീസുൽ ആഹാദ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഹദീസുൽ ഖുദ്സി. ഖുദ്സിയായ ഹദീസ് എന്നാണെന്ന് നോക്കാം. ഹുവൽ ഹദീസു അല്ലദി യുർവീഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനില്ലാഹി തആല, അല്ലാഹു തആലയെ തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിപ്പോർട്ട് ചെയ്ത ഹദീസുകളെയാണ് ഹദീസുൽ ഖുദ്സി എന്ന് പറയുന്നത്. പറഞ്ഞാൽ അല്ലാഹു തആല നേരിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പറഞ്ഞു കൊടുത്ത ഹദീസുകളെയാണ് ഹദീസുൽ ഖുദ്സി എന്ന് പറയുന്നത്. വലാകിൻ ബിലഫ്ളിഹിൽ ഖാസ്, പ്രത്യേകമായ ലഫ്ളുകളാണ് അതിലുള്ളത്. ഐ അന്നൽ മഅന മിനല്ലാഹ്, അതിൻ്റെ ആ ലഫ്ളുകളുടെ മഅന അള്ളാഹുവിൽ നിന്നുള്ളതാണ്. ലഫ്ളു മിന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നാൽ അതിൻ്റെ പദങ്ങൾ ലഫ്ളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ളതാണ്. അല അക്സിൽ ഖുർആനി, ഖുർആനിന്റെ മേൽ വിപരീതമായി, അല്ലദീ, ആ ഖുർആൻ, ഹുവ ലഫ്ളൻ, അതിന്റെ പദവും, വമഅനൻ, അതിന്റെ അർത്ഥവും, മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ളതാണ്. ഇനി അടുത്തത് ഹദീസുൽ മൗളൂഅ. മൗളൂഅയ ഹദീസ് എന്താണെന്ന് നോക്കാം. ഹുവൽ ഹദീസുൽ മക്ദൂബ് അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ പിന്നെ പറയപ്പെട്ട വ്യാജ ഹദീസാണ് ഹദീസുൽ മൗളൂഅ എന്ന് പറയുന്നത്. വഹുവല്ലദീ ഖുതുലിക, ആ ഹദീസ് കെട്ടിച്ചമച്ചു, അംദൻ, മനഃപൂർവ്വമായി, വനുസിബ, അത് ചേർക്കപ്പെട്ടു, ഇലൈഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർക്കപ്പെട്ടു, സൗറൻ വബുഹ്താനൻ, അപവാദമായും വ്യാജമായും നബിയിലേക്ക് നബി പറഞ്ഞെന്ന് പറഞ്ഞിട്ട് പറയപ്പെട്ട കള്ള ഹദീസുകളെയാണ് ഹദീസുൽ മൗളൂ എന്ന് പറയുന്നത്.